ടെക് ലോകത്തെ നിയമപോര വിനോദ വ്യവസായത്തിലെ ഏറ്റെടുക്കൽ വിസ്മയം, കിഴക്കൻ ഏഷ്യയിലെ സൈനിക പ്രകോപനം, അതോടൊപ്പം ഫ്രാൻസിലെ ലൈറ്റ്സിന്റെ വിസ്മയം. അങ്ങനെ ലോകത്തെ പിടിച്ചുലച്ചതും അതുപോലെ മോഹിപ്പിച്ചതുമായ ചില നിർണായകമായ സംഭവ വികാസങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ലോകം ഇന്ന് ചില ഗ്രാൻഡ് ട്രാൻസ്ഫോർമേഷൻസിന്റെ മുൾമുനയിലാണ്. ഇവിടെ ടെക്നോളജി നിയമങ്ങളെ വെല്ലുവിളിക്കുന്നു. ഇലോൺ മസ്കിന്റെ യൂറോപ്യൻ യൂണിയൻ എബോളിഷൻ ആഹ്വാനം എത്രത്തോളം ശക്തമാണ്? ഒരു വൻകരയുടെ നിയന്ത്രണങ്ങളെ പോലും ചോദ്യം ചെയ്യുന്ന സൈബർ പോരാട്ടമാണിത്. ഇനി സ്ട്രീമിംഗ് ലോകത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന നെറ്റ്ഫ്ലിക്സ് വാർണർ ബ്രദേഴ്സ് മെഗാ മെർജർ. എന്റർടൈൻമെന്റ് ബജറ്റിന്റെ താക്കോൽ ഇനി നെറ്റ്ഫ്ലിക്സിന്റെ കയ്യിലാകുമോ എന്നുള്ള സംശയം. കിഴക്കൻ ഏഷ്യയിൽ ഒരു സൈനിക അഭ്യാസം ഒരു വലിയ യുദ്ധസൂചനയായി വഴിമാറി. ഒരു റഡാർ ബീം എങ്ങനെ ഒരു തൽക്ഷണ സംഘർഷത്തിന് കാരണമാകാമെന്ന് തെളിയിക്കുന്നു. ഈ കൊടുങ്കാറ്റുകൾക്കിടയിലും പ്രത്യാശയുടെ സന്ദേശമായി ഒരു നഗരം ദീപങ്ങൾ കത്തിക്കുന്നു. ഇരുട്ടിനെ പ്രകാശം കൊണ്ട് തോൽപ്പിക്കാനുള്ള ആ പാരമ്പര്യത്തിന്റെ സൗന്ദര്യം. ഈ മേജർ സംഭവങ്ങളുടെ പിന്നാമ്പുറ രഹസ്യങ്ങളിലേക്ക് കടക്കാം. വെൽക്കം ടു ലൂക്ക. പശ്ചിമേഷ്യൻ മണ്ണിൽ സമാധാനം എത്തിയിട്ടില്ല. ലോകത്തിന്റെ കണ്ണ് വീണ്ടും ഗാസയിലേക്ക് തിരിയുകയാണ്. ഒരു യുദ്ധവിരാമം എന്നതിൽ നിന്ന് ശാശ്വത സമാധാനം എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്തുമെന്ന നിർണായക ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ചർച്ച ചെയ്യുന്നത്. വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടം കേവലം ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് അല്ല, ആയിരക്കണക്കിന് മനുഷ്യജീവന്റെ ഭാവിയാണ്. ആ സമാധാനത്തിന്റെ താക്കോൽ ഇപ്പോൾ ഇസ്രായേലിന്റെ കൈകളിലാണ്. മധ്യസ്ഥ ശക്തികളായ ഖത്തറും ഈജിപ്തും ഇസ്രായേലിന് മേൽ ശക്തമായ പ്രഷർ ചെലുത്തുകയാണ്. സമാധാന കരാറിന്റെ രണ്ടാം ഘട്ടം സെക്യൂർ ചെയ്യാൻ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിൻവാങ്ങണമെന്നും ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ ഉടൻ വിന്യസിക്കണമെന്നുമാണ് ഈ രാജ്യങ്ങളുടെ ജോയിന്റ് ആയിട്ടുള്ള ഡിമാൻഡ്. നിലവിൽ അമേരിക്കയുടെയും ഐക്യരാഷ്ട്രസഭയുടെയും പിന്തുണയുള്ള വെടിനിർത്തൽ പദ്ധതിയുടെ ആദ്യഘട്ടം ഒക്ടോബർ 10 നിലവിൽ വന്നിരുന്നു. ഈ കരാർ അനുസരിച്ച് ഇസ്രായേൽ സൈന്യം ഗാസയുടെ അതിർത്തിയിലുള്ള യെല്ലോ ലൈൻ എന്ന് വിളിക്കുന്ന സ്ട്രാറ്റജിക് പ്രദേശങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയും ഹമാസ് ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈജിപ്തും ഖത്തറും പറയുന്നത് ഇപ്പോഴുള്ളത് കേവലം ഒരു താൽക്കാലിക ഹ്യൂമാനിറ്റേറിയൻ പോസ് മാത്രമാണ് എന്നാണ്. വിഷയത്തിൽ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽഥാനിയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഇസ്രായേൽ സേനയുടെ ഫുൾ വിഡ്രോവൽ കൂടാതെ ഗാസയിലെ സ്റ്റെബിലിറ്റി ഉറപ്പിക്കാതെ ഈ വെടിനിർത്തൽ സക്സസ്ഫുൾ ആകില്ല എന്നാണ് അദ്ദേഹം ദോഹ ഫോറത്തിൽ തറപ്പിച്ചു പറഞ്ഞത്. മേഖലയിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കണമെങ്കിൽ ഇസ്രായേൽ പിൻവാങ്ങണം. ആളുകൾക്ക് സമാധാനമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഉടലെടുക്കണം. ഈജിപ്തും ഖത്തറിന്റെ നിലപാടിനെ ശക്തമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഇപ്പോഴും മൈനർ ആയിട്ടുള്ള അറ്റാക്സ് തുടരുന്നുണ്ടെന്ന് ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദലറ്റി ആരോപിച്ചു. സ്ഥിതിഗതികൾ മോണിറ്റർ ചെയ്യാനും വെടിനിർത്തൽ ഉറപ്പാക്കാനും വേണ്ടി യെല്ലോ ലൈനിൽ എത്രയും പെട്ടെന്നൊരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് വിന്യസിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ അവസ്ഥയും വെല്ലുവിളികളും ഒന്ന് പരിശോധിക്കാം. എന്തായാലും കരാറിന്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് ഉയർത്തുന്നത്. ഈ ഘട്ടത്തിൽ ഗാസയുടെ ഭരണം താൽക്കാലിക ഭരണസമിതിയെ ഏൽപ്പിക്കുക, ഹമാസ് നിരായുധരാവുക, ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങുക, അന്താരാഷ്ട്ര സേനയുടെ വിന്യാസം എന്നിവയാണ് പ്രധാന ടേംസ് ആൻഡ് കണ്ടീഷൻസ്. പലസ്തീൻ അതോറിറ്റിക്ക് ഹമാസിന്റെ പങ്കാളിത്തമുള്ള ഒരു ഭരണ സംവിധാനം നൽകുന്നതിനെ ഇസ്രായേൽ ശക്തമായി എതിർക്കുന്നു. അന്താരാഷ്ട്ര സേനയിൽ തുർക്കിയെ പോലുള്ള രാജ്യങ്ങൾ പങ്കെടുക്കുന്നതിനോടും അവർക്ക് റിസർവേഷൻസ് ഉണ്ട്. ഇനി ഹമാസിന്റെ നിലപാട്. ഇസ്രായേൽ പിൻവാങ്ങുന്ന പക്ഷം തങ്ങളുടെ ആയുധങ്ങൾ പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറാൻ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിലെ പദ്ധതിയിലെ ഡിസാർമമെന്റ്, അതായത് നിരായുധീകരണം എന്ന വ്യവസ്ഥയെ അവർ ശക്തമായി എതിർക്കുന്നു. ഗസയുടെ ദുരിതത്തിന് കാരണം ഈ നീണ്ട കാലത്തെ സംഘർഷമാണ് എന്നും ഈജിപ്തിന്റെയും ഖത്തറിന്റെയും കാഴ്ചപ്പാടിൽ ഗസ മാത്രമല്ല, വെസ്റ്റ് ബാങ്കിലെ പലസ്തീനികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച പ്രശ്ന പരിഹാരം കൂടിയാണ് സമാധാനം ഉറപ്പാക്കാനുള്ള ഏക മാർഗം. നിലവിലെ വെടിനിർത്തൽ ഒരു താൽക്കാലിക റിലീഫ് മാത്രം നൽകിയേക്കാം. പക്ഷേ ഈ പ്രശ്നത്തിന് ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ കണ്ടില്ല എങ്കിൽ പശ്ചിമേഷ്യ വീണ്ടും രക്തരൂക്ഷിതമാകാനുള്ള സാധ്യത കൂടുതലാണ്. ഗാസ മുനമ്പിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ ആരംഭിച്ചതിനു ശേഷം ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 70,125 കടന്നതായി ഗസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. യുദ്ധത്തിന്റെ കെടുതികൾ എത്രത്തോളം ഭീകരമാണ് എന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. കൊല്ലപ്പെട്ടവരിൽ വലിയൊരു വിഭാഗം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. ഈ സംഖ്യ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയുമാണ്. 1,71,000 ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇത് ഗാസയിലെ ആരോഗ്യ മേഖലയ്ക്ക് താങ്ങാനാവാത്ത വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഗുരുതരാവസ്ഥയിലുള്ളവരും ധാരാളമുണ്ട്. കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകളെ കാണാതായിട്ടുണ്ട്. ഈ കണക്കുകൾ ഉൾപ്പെടെയുള്ള യഥാർത്ഥ മരണസംഖ്യ ഇതിലും കൂടുതലായിരിക്കാമെന്നാണ് ആശങ്ക.
ഈ ഭീമമായ കണക്കുകൾക്കിടയിൽ ഗസയിലെ മിക്ക ആശുപത്രികളും പൂർണ്ണമായോ ഭാഗികമായോ തകർന്നിട്ടുണ്ട്. ആവശ്യത്തിന് മരുന്നോ ചികിത്സയോ സൗകര്യങ്ങളോ ലഭ്യമല്ലാത്തതിനാൽ പരിക്കേറ്റവർക്ക് മതിയായ പരിചരണം ലഭിക്കുന്നില്ല. യുദ്ധവും ഉപരോധവും കാരണം ഗസയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുകയാണ്. ഇത് മരണസംഖ്യ വർദ്ധിക്കാൻ പരോക്ഷമായി കാരണമാകുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് ആളുകൾ സുരക്ഷിത താവളം തേടി തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതരായി. ഇത് മാനുഷിക ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഈ സ്ഥിതിഗതികളൊക്കെ കണക്കിലെടുക്കുമ്പോൾ വെടിനിർത്തൽ എത്രയും പെട്ടെന്ന് സ്ഥിരമായ സമാധാനത്തിലേക്ക് മാറേണ്ടതിന്റെ ആവശ്യകതയ്ക്ക് ലോകശ്രദ്ധ വീണ്ടും എത്തിച്ചിരിക്കുന്നു. ലോകത്തിന്റെ ടെക്നോ പൊളിറ്റിക്കൽ രംഗം ഇന്നൊരു വലിയ സംഘർഷത്തിലാണ്. ആഗോള ടെക് ഭീമനും എക്സിന്റെ ഉടമയുമായ ഇലോൺ മസ്ക് യൂറോപ്യൻ യൂണിയനെതിരെ അതിശക്തമായ വാക്കുകൾ പ്രയോഗിച്ചിരിക്കുന്നു. ഡിജിറ്റൽ സർവീസസ് ആക്ട് DSA ലംഘിച്ചതിന് എക്സിന് മേൽ EU €120 മില്യൺ, ഏകദേശം $140 മില്യൺ പിഴ ചുമത്തിയതിന് പിന്നാലെയാണ് മസ്കിന്റെ ഞെട്ടിക്കുന്ന ആഹ്വാനം. യൂറോപ്യൻ യൂണിയനെ അബോളിഷ് ചെയ്യണം. എന്താണ് ഈ ജിയോ പൊളിറ്റിക്കൽ ക്ലാഷിന് പിന്നിലെ സമ്പൂർണ്ണ വിവരങ്ങൾ പരിശോധിക്കാം. യൂറോപ്യൻ യൂണിയന്റെ ഭരണവിഭാഗമായ യൂറോപ്യൻ കമ്മീഷനാണ് എക്സിനെതിരെ ഈ വലിയ പിഴ പ്രഖ്യാപിച്ചത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ബാധകമായ ഡിജിറ്റൽ സർവീസസ് ആക്ട് പ്രകാരമുള്ള ആദ്യത്തെ ഔദ്യോഗിക നിയമലംഘന തീരുമാനം ആണിത്. ഇനി പിഴയ്ക്ക് കാരണമായ പ്രധാന ലംഘനങ്ങൾ 3 കാര്യങ്ങളിലാണ്. ഒന്നാമത്തേത്, എക്സിലെ ബ്ലൂ ചെക്ക് മാർക്ക് സിസ്റ്റം ഉപയോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് EU കണ്ടെത്തി. പണം നൽകുന്ന ആർക്കും വെരിഫിക്കേഷൻ ഇല്ലാതെ ചെക്ക് മാർക്ക് ലഭിക്കുന്നത് തട്ടിപ്പുകൾക്കും ആൾമാറാട്ടങ്ങൾക്കും വഴിയൊരുക്കുന്നു. ഇത് ഒതന്റിസിറ്റി, അതായത് വിശ്വാസ്യത ഉറപ്പിക്കുന്നത് പ്രയാസകരമാക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പരസ്യങ്ങളിലെ സുതാര്യത ഇല്ലായ്മയാണ്. അതായത് പരസ്യങ്ങൾ നൽകിയവരെ കുറിച്ച്, അവർ ലക്ഷ്യമിട്ട പ്രേക്ഷകരെ കുറിച്ചുമുള്ള ആവശ്യമായ വിവരങ്ങൾ എക്സിന്റെ പരസ്യ വിവര ശേഖരത്തിൽ ലഭ്യമല്ല. ഇത് വ്യാജ പരസ്യങ്ങളും സംഘടിത സ്വാധീന ക്യാമ്പയിനുകളും തിരിച്ചറിയാൻ തടസ്സമുണ്ടാക്കുന്നു. മൂന്നാമത്തേത് ഗവേഷകർക്കുള്ള വിവര ലഭ്യത ഇല്ലായ്മയാണ്. പ്ലാറ്റ്ഫോമിലെ വ്യവസ്ഥാപിത അപകട സാധ്യതകൾ പഠിക്കാനായി വിവരങ്ങൾ ആവശ്യപ്പെടുന്ന സ്വതന്ത്ര ഗവേഷകർക്ക് എക്സ് മതിയായ പ്രവേശനം നൽകുന്നില്ല എന്നതാണ്. ഇത്രയുമായ സ്ഥിതിക്ക് മറുപടി നൽകണമല്ലോ. ഇലോൺ മസ്കിന്റെ രൂക്ഷ പ്രതികരണം ഒട്ടും വൈകാതെ വന്നു. EUവിന്റെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഇലോൺ മസ്ക് തന്റെ പ്ലാറ്റ്ഫോമായ എക്സിൽ തുടർച്ചയായ പോസ്റ്റുകളിലൂടെ കോപം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ ഭീമമായ പിഴ എക്സിന് മേൽ മാത്രമല്ല, വ്യക്തിപരമായി എനിക്ക് മേൽ കൂടി EU ചുമത്തിയിരിക്കുന്നു. ഇത് അസംബന്ധമാണ്. അതിലും തീവ്രമായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത ആവശ്യം: യൂറോപ്യൻ യൂണിയനെ പിരിച്ചുവിടണം. സോവറിനിറ്റി, പരമാധികാരം ഓരോ രാജ്യങ്ങൾക്കും തിരികെ നൽകണം. അപ്പോൾ സർക്കാരുകൾക്ക് അവരുടെ ജനങ്ങളെ കൂടുതൽ നന്നായി പ്രതിനിധീകരിക്കാൻ സാധിക്കും. ഇതൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ആക്രമണമാണ് എന്നും മറ്റ് ടെക് സ്ഥാപനങ്ങൾ സ്വീകരിച്ച ഒരു രഹസ്യ കരാർ എക്സ് നിരസിച്ചതിന്റെ പ്രതികാരമാണ് ഈ പിഴ എന്നും മസ്ക് ആരോപിച്ചു. ഇനി നിലവിലെ സ്ഥിതിയും പ്രത്യാഘാതങ്ങളും എന്താണ് എന്നൊന്ന് നോക്കാം. EUവിന്റെ നിലപാട് വ്യക്തമാണ്. ഈ പിഴ സെൻസർഷിപ്പ് അല്ല, മറിച്ച് സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കാനുള്ള ജനാധിപത്യ പ്രക്രിയയാണ് എന്നാണ് യൂറോപ്യൻ കമ്മീഷൻ വ്യക്തമാക്കിയത്. തങ്ങൾ ഒരു രാജ്യത്തെയും ലക്ഷ്യമിടുന്നില്ല എന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ നിയമലംഘനങ്ങൾ പരിഹരിക്കാൻ എക്സിന് യൂറോപ്യൻ കമ്മീഷൻ 60 മുതൽ 90 ദിവസം വരെ സമയവും അനുവദിച്ചിട്ടുണ്ട്. ഈ കാലയളവിനുള്ളിൽ കർമ്മ പദ്ധതി സമർപ്പിക്കണം. ഇനി വ്യവസ്ഥകൾ പാലിച്ചില്ല എങ്കിൽ എക്സിന്റെ ആഗോള വാർഷിക വരുമാനത്തിന്റെ 6% വരെ പിഴ ചുമത്താൻ DSA നിയമം EUവിന് അധികാരം നൽകുന്നു. അങ്ങനെ യൂറോപ്യൻ യൂണിയൻ €120 മില്യൺ പിഴ ചുമത്തിയപ്പോൾ ഇലോൺ മസ്ക് പ്രതികരിച്ചത് പണമായല്ല, മറിച്ച് ആദർശപരമായിട്ടാണ്. യൂറോപ്യൻ യൂണിയനെ പിരിച്ചുവിടണമെന്ന്. ഇതൊരു പുതിയ സംഭവമല്ല എന്ന് വേണം പറയാൻ. ഫ്രീ സ്പീച്ച് അബ്സല്യൂട്ടിസ്റ്റ്, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിലെ സമ്പൂർണ്ണവാദി എന്ന് സ്വയം പ്രഖ്യാപിച്ച ശേഷം മസ്ക് അസഹിഷ്ണുതയോടെ തനിക്കെതിരെ വരുന്ന വിമർശകരെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത ചരിത്രം നമുക്കറിയാം. നിയമപരമായ ആവശ്യങ്ങൾ വന്നപ്പോൾ ബ്രിട്ടീഷ് കോടതിയുടെ ഉത്തരവിനെ വകവയ്ക്കാതെ മസ്കിന്റെ മുൻ നിലപാടും ആരും മറന്നിട്ടുണ്ടാകില്ല. ഇവിടെ യൂറോപ്യൻ യൂണിയൻ ഒരു ഡിജിറ്റൽ ഗവർണൻസ് നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇലോൺ മസ്ക് അതിനെ സെൻസർഷിപ്പായി ചിത്രീകരിക്കുന്നത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നിയമങ്ങൾ വളച്ചൊടിക്കാനുള്ള ശ്രമമായിട്ട് വേണം കാണാൻ. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയനെ അബോളിഷ് ചെയ്യണമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യം കേട്ട് യൂറോപ്യൻ കമ്മീഷൻ അമ്പരുക്കുമോ അതോ മസ്കിന്റെ പെർഫോമൻസ് ആർട്ട് കണ്ട് ചിരിച്ചുകൊണ്ട് പിഴ അടയ്ക്കാൻ റിമൈൻഡർ അയക്കുമോ? ടെക് ഭീമൻ അടുത്തതായി എന്ത് പോസ്റ്റ് ചെയ്യുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഈ സംഘർഷം ഡിജിറ്റൽ നിയന്ത്രണങ്ങളെക്കുറിച്ചും അതുപോലെ ഭൗമരാഷ്ട്രീയ പിരിമുറുക്കത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് പുതിയ മാനങ്ങൾ നൽകിയിരിക്കുകയാണ്. ഇലോൺ മസ്ക് ഈ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകുമോ അതോ യൂറോപ്പിലെ പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുമോ എന്ന് കണ്ടറിയണം. ഹോളിവുഡിന്റെ സ്ക്രിപ്റ്റ് മാറ്റി എഴുതുന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ ന്യൂസ് ആണിനി. വീക്കെൻഡ് ബിഞ്ച് വാച്ചിങ് ശീലങ്ങളെ മാത്രമല്ല പോക്കറ്റിനെയും ബാധിക്കാൻ പോകുന്ന ഒരു ഡീല്. ഹാരി പോട്ടർ, ഗെയിം ഓഫ് ത്രോൺസ്, DC സൂപ്പർ ഹീറോസ് ഇവരെല്ലാം ഇനി ഒരാൾക്ക് സ്വന്തം. സ്ട്രീമിംഗ് ജയന്റായ നെറ്റ്ഫ്ലിക്സ്.
വാർണർ ബ്രദേഴ്സിനെ $82.7 ബില്യൺ, ഏകദേശം 6.8 ലക്ഷം കോടി രൂപയ്ക്ക് ഏറ്റെടുത്ത ഈ മെഗാ മെർജർ വിനോദ ലോകത്തെ ഏറ്റവും വലിയ പവർ പ്ലേ ആണ്. ഈ ലയനം HBO Max അടക്കമുള്ള സ്ട്രീമിംഗ് എതിരാളികളെ എങ്ങനെ ബാധിക്കും? ഏറ്റവും പ്രധാനം, ഈ ഇടപാടോടെ ടിക്കറ്റ് പ്രൈസ് ഇനി കൂടുമോ എന്നുള്ളതാണ്. പരിശോധിക്കാം. ഹോളിവുഡിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ മാധ്യമ സംയോജനമാണിത്. നെറ്റ്ഫ്ലിക്സ് ഏകദേശം 12.8 കോടി വരുന്ന HBO Max ഉപയോക്താക്കളെ തങ്ങളുടെ നിലവിലുള്ള ഉപയോക്താക്കളുടെ എണ്ണത്തിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ അവരുടെ ആഗോള ഉപഭോക്തൃ അടിത്തറ 42 കോടിയിലധികം വരും. വാർണർ ബ്രദേഴ്സ് ഡിസ്കവറിയുടെ സ്റ്റുഡിയോ, HBO Max ഉൾപ്പെടെയുള്ള സ്ട്രീമിംഗ് വിഭാഗം എന്നിവയ്ക്ക് വേണ്ടിയാണ് നെറ്റ്ഫ്ലിക്സ് $82.7 ബില്യൺ നൽകുന്നത്. ഓഹരി ഉടമകൾക്ക് പണമായും നെറ്റ്ഫ്ലിക്സ് ഓഹരികളായും തുക കൈമാറും. ഇനി കൈമാറുന്ന ആസ്തികൾ ഏതൊക്കെയെന്നറിയാം. വാർണർ ബ്രോസ് സ്റ്റുഡിയോ, ഹോളിവുഡിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഫിലിം ആൻഡ് TV പ്രൊഡക്ഷൻ ശക്തി. HBO Max, ദി സോപ്രാനോസ്, സക്സഷൻ, ദി വൈറ്റ് ലോട്ടസ് തുടങ്ങിയ പ്രീമിയം ഉള്ളടക്കങ്ങളുടെ ഇരിപ്പിടം. ഫ്രാഞ്ചൈസുകൾ, ഹാരി പോട്ടർ, ബാറ്റ്മാൻ, സൂപ്പർമാൻ ഒക്കെ ഉൾപ്പെടുന്ന DC കോമിക്സ്, ഗെയിം ഓഫ് ത്രോൺസ്, ഫ്രണ്ട്സ് തുടങ്ങിയ ജനപ്രിയ ബ്രാൻഡുകൾ. ഒഴിച്ചു നിർത്തിയിരിക്കുന്നത് CNN, TNT പോലുള്ള കേബിൾ നെറ്റ്വർക്ക് ഡിവിഷനുകൾ. ഡിസ്കവറി ഗ്ലോബൽ എന്ന പേരിൽ ഒരു പുതിയ കമ്പനിയായി വേർപെടുത്തും. ബാങ്ക് ഓഫ് അമേരിക്കയുടെ വിശകലനം അനുസരിച്ച് ലയനം നടന്നാൽ അമേരിക്കൻ സ്ട്രീമിംഗ് കാഴ്ചയുടെ 21% മുതൽ 30% വരെ നിയന്ത്രിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആയിരിക്കും. ഇത് എതിരാളികളെ ഇല്ലാതാക്കുകയും വില നിർണ്ണയിക്കാനുള്ള അധികാരം നെറ്റ്ഫ്ലിക്സിന് നൽകുകയും ചെയ്യും. നെറ്റ്ഫ്ലിക്സിന്റെ സഹ CEO ആയ ടെഡ് സരൻഡോസ് പറഞ്ഞത്, ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് കൂടുതൽ വിനോദം നൽകാൻ ഈ സംയോജനം സഹായിക്കുമെന്നാണ്. ഈ ഏറ്റെടുക്കൽ പ്രേക്ഷകർക്ക് ചില വലിയ ഗുണങ്ങൾ നൽകുമെന്ന പോസിറ്റീവ് വ്യൂ ആണ് ആദ്യം വരുന്നത്. ഒരൊറ്റ പ്ലാറ്റ്ഫോം എന്ന കോൺസെപ്റ്റാണ് ആദ്യം. HBO Maxലെയും നെറ്റ്ഫ്ലിക്സിലെയും ഉള്ളടക്കങ്ങൾ ഒരുമിച്ച് ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകും. ഇത് ഉപയോക്താക്കൾക്ക് ഒന്നിലധികം സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ഭാരം കുറയ്ക്കുമെന്നാണ് പറയപ്പെടുന്നത്. കൂടുതൽ ഉള്ളടക്കങ്ങൾ ലഭ്യമാകുമെന്നുള്ളതാണ് അടുത്തത്. സ്ട്രേഞ്ചർ തിങ്സും ഹാരി പോട്ടറും സ്ക്വിഡ് ഗെയിമും ഗെയിം ഓഫ് ത്രോൺസും എല്ലാം ഒരിടത്ത് ലഭിക്കുമ്പോൾ കോണ്ടന്റ് ലൈബ്രറി കൂടുതൽ സമ്പന്നമാകും എന്ന് പറയപ്പെടുന്നു. അടുത്തത് ചെലവ് കുറഞ്ഞ ബണ്ടിലുകൾ. അതായത് നിലവിൽ HBO Maxനും നെറ്റ്ഫ്ലിക്സിനും വെവ്വേറെ പണം നൽകുന്നവർക്ക് ഒരു സിംഗിൾ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ബണ്ടിൽ ഓഫർ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു ഗെയിം ചേഞ്ചർ ആണെങ്കിലും ആന്റി ട്രസ്റ്റ് കൺസേൺസ്, അതായത് വിരുദ്ധ ആശങ്കകൾ ശക്തമാണ്. ഹോളിവുഡിലെ കോമ്പറ്റീഷൻ കുറയ്ക്കുന്ന ഈ നീക്കം ഉപയോക്താക്കൾക്ക് തിരിച്ചടിയാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കുത്തക സാധ്യതയാണ് അതിൽ ആദ്യം. ഈ ലയനം നടന്നാൽ US-ലെ സ്ട്രീമിംഗ് വിപണിയുടെ 40% നിയന്ത്രിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആയിരിക്കും. ഇത് നെറ്റ്ഫ്ലിക്സിന് വില നിശ്ചയിക്കാനുള്ള അധികാരം, പ്രൈസിംഗ് പവർ നൽകും. അടുത്തത്, മത്സരം കുറയുന്നതോടെ ഉപയോക്താക്കൾക്ക് കൂടുതൽ വില നൽകാൻ കമ്പനി സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയക്കാരും ഇൻഡസ്ട്രി എക്സ്പേർട്സും പറയുന്നുണ്ട്. ഇതൊരു മുന്നറിയിപ്പ് തന്നെയാണ്. US സെനറ്റർ എലിസബത്ത് വാറൻ ഇതിനെ ഒരു ആന്റി മൊണോപോളി നൈറ്റ്മെയർ എന്നാണ് വിശേഷിപ്പിച്ചത്. അതുപോലെയുള്ളത് തിയേറ്റർ വ്യവസായത്തിനുള്ള ഭീഷണിയാണ്. സിനിമകൾ തിയേറ്ററിൽ റിലീസ് ചെയ്തതിനു ശേഷം വേഗത്തിൽ സ്ട്രീമിംഗിലേക്ക് കൊണ്ടുവരാൻ നെറ്റ്ഫ്ലിക്സ് ശ്രമിച്ചാൽ സിനിമാ തിയേറ്റർ വ്യവസായം തകരുമെന്ന ആശങ്കയും ശക്തമാണ്. കരാർ അന്തിമമായെങ്കിലും ഇത് പൂർത്തിയാകാൻ നിയമപരമായ നടപടിക്രമങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. നിയന്ത്രണ ഏജൻസിയുടെ അംഗീകാരം, അതായത് US നീതി വകുപ്പ് ഉൾപ്പെടെയുള്ള റെഗുലേറ്ററി അതോറിറ്റികളുടെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. ഇതിൽ കടുത്ത പരിശോധനകളും ഉണ്ടാകും. ഈ ഇടപാട് 2026 മൂന്നാം പാദത്തോടെ മാത്രമേ പൂർത്തിയാകാൻ സാധ്യതയുള്ളൂ. നെറ്റ്ഫ്ലിക്സിന്റെ ഈ ധീരമായ നീക്കം ഹോളിവുഡിന്റെ ഭാവി മാത്രമല്ല, ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ വിനോദ കാഴ്ചകളെയും വരിസംഖ്യാ ചെലവുകളെയും നിർണ്ണയിക്കുന്ന ഒരു ചരിത്രപരമായ വഴിത്തിരിവാകാമെന്നതിൽ സംശയമില്ല. അങ്ങനെ വിനോദ വ്യവസായം അതിന്റെ ഏറ്റവും വലിയ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് വാർണർ ബ്രദേഴ്സ് ലയനം എന്നത് കേവലം 2 കമ്പനികൾ ഒന്നിക്കുന്നതല്ല. ഇത് ഹോളിവുഡിന്റെ ചരിത്രം പേറുന്ന ഉള്ളടക്ക പാരമ്പര്യത്തെ ഡിജിറ്റൽ യുഗത്തിലെ ആഗോള വിതരണ ശൃംഖലയുമായി സമന്വയിപ്പിക്കുന്ന ഒരു തന്ത്രപരമായ നീക്കമാണ് എന്ന് വേണം പറയാൻ. സൃഷ്ടിപരമായ സ്വാതന്ത്ര്യം, കൺസ്യൂമർ കോസ്റ്റ്, വിപണിയിലെ മത്സരം, ഈ 3 ഘടകങ്ങളുടെ സന്തുലിതാവസ്ഥ എത്രത്തോളം കാത്തു സൂക്ഷിക്കാൻ പുതിയ ഭീമന് സാധിക്കും എന്നതിലാണ് ഇനി ലോകത്തിന്റെ കണ്ണ്. ഈ ചരിത്രപരമായ വഴിത്തിരിവ് പ്രേക്ഷകർക്ക് മെച്ചപ്പെട്ട വിനോദ അനുഭവമാണോ അതോ കൂടുതൽ സാമ്പത്തിക ഭാരമാണോ നൽകുക എന്നത് വരും വർഷങ്ങളിൽ നിയന്ത്രണ ഏജൻസികളുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ,
അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. ആഗോള സുരക്ഷാ ഭൂപടത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ നിലനിൽക്കുന്ന ഇൻഡോ പസഫിക് മേഖലയിൽ കാര്യങ്ങൾ വളരെ അപകടകരമാവുകയാണ്. ജപ്പാനും ചൈനയും തമ്മിൽ വർഷങ്ങളിലെ ഏറ്റവും ഗുരുതരമായ സൈനിക എൻകൗണ്ടർ നടന്നിരിക്കുന്നു. ചൈനീസ് പോർവിമാനങ്ങൾ തങ്ങളുടെ സൈനിക വിമാനങ്ങളെ ലക്ഷ്യമാക്കി ആയുധ നിയന്ത്രണ റേഡാർ പ്രയോഗിച്ചു എന്നാണ് ജപ്പാന്റെ ശക്തമായ ആരോപണം. അതായത് ഒരു ആക്ച്വൽ അറ്റാക്കിന് മുന്നോടിയായി ടാർഗറ്റ് ലോക്ക് ചെയ്യുന്നതിന് തുല്യമായ നടപടി. ഒരു പൊട്ടൻഷ്യൽ അറ്റാക്കിന് മുന്നോടിയായുള്ള ഏറ്റവും പ്രകോപനപരമായ നീക്കമാണിത്. ഇതൊരു കാഷ്വൽ എൻകൗണ്ടർ അല്ല. ഇത് അത്യധികം സങ്കീർണമായ, അപകടകരമായ ഒരു നീക്കമായിരുന്നു. എന്താണ് ഈ റേഡാർ പ്രയോഗം? ഇരു രാജ്യങ്ങളുടെയും നിലപാടുകൾ എന്തായിരുന്നു? ഏറ്റവും പ്രധാനമായി നമ്മുടെ അയൽക്കാരായ ചൈനയും ജപ്പാനും തമ്മിലുള്ള ഈ ടെൻഷൻ ജിയോ പൊളിറ്റിക്കൽ മാപ്പിനെ എങ്ങനെ മാറ്റിയെഴുതും? കിഴക്കൻ ചൈന കടൽ ഏത് നിമിഷവും ഒരു ഫ്ലാഷ് പോയിന്റ് ആയേക്കാം. ഈ സംഭവത്തിന്റെ വിശദാംശങ്ങളും അതിന്റെ ജിയോ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റും പരിശോധിക്കാം. സംഭവം നടന്നത് ഒക്കിനാവയുടെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ഇന്റർനാഷണൽ എയർ സ്പേസിൽ വെച്ചാണ്. ഇവിടെ വെച്ച് ചൈനയുടെ ലിയോണിംഗ് വിമാനവാഹിനി കപ്പലിൽ നിന്നുള്ള J-15 ജെറ്റുകൾ ജപ്പാനിന്റെ F-15 ജെറ്റുകളെ ലക്ഷ്യമിട്ടു. സാധാരണയായ ഒരു യുദ്ധവിമാനം മറ്റൊന്നിനെ വെടിവെച്ചിടാൻ മിസൈൽ വിടുന്നതിന് തൊട്ടു മുമ്പ് ഉപയോഗിക്കുന്ന റഡാർ സംവിധാനമാണിത്. ഈ റഡാർ ലോക്ക് ചെയ്യുമ്പോൾ അതൊരു പൊട്ടൻഷ്യൽ അറ്റാക്കിന്റെ ക്ലിയർ ആയിട്ടുള്ള വാർണിംഗ് ആണ്. ജാപ്പനീസ് വിമാനങ്ങൾ 2 തവണയായി 3 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഈ ലോക്കിംഗ് അനുഭവിച്ചു എന്നാണ് റിപ്പോർട്ട്. സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾക്ക് നേരെ മിസൈൽ എപ്പോൾ വേണമെങ്കിലും വരാം എന്നൊരു സിഗ്നൽ നൽകുന്നതിന് തുല്യമാണിത്. അതുകൊണ്ടാണ് ജപ്പാൻ ഇതിനെ അത്യന്തം അപകടകരം എന്ന് വിളിച്ചത്. ഈ സംഭവത്തെ ഇരു രാജ്യങ്ങളും ഏതായാലും കണ്ടത് 2 രീതിയിൽ തന്നെയാണ്. ആദ്യം ജപ്പാന്റെ ഭാഗം ഒന്ന് പരിശോധിക്കാം. ജപ്പാൻ ഡിഫൻസ് മിനിസ്റ്റർ ഷിൻജിറോ കോയിസുമി വളരെ സ്ട്രോങ് ആയിട്ടാണ് പ്രതികരിച്ചത്. അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്: വിമാനങ്ങളുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് അനിവാര്യമായതിലും അപ്പുറമുള്ള റേഡാർ പ്രയോഗമാണിത്. അവർ ചൈനയ്ക്ക് ഫോർമൽ പ്രൊട്ടസ്റ്റ് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വ്യോമാതിർത്തി ലംഘിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് റുട്ടീൻ പാട്രോൾ നടത്തുകയായിരുന്നു. പ്രകോപനമൊന്നും ഉണ്ടായില്ല എന്നാണ് ജപ്പാൻ പറയുന്നത്. ഇനി കൗണ്ടർ ക്ലെയിം, അതായത് ചൈനയുടെ ഭാഗം. ചൈനീസ് നാവിക വക്താവ് ജപ്പാന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിച്ചു. ഞങ്ങൾ നിയമപരമായ ട്രെയിനിങ് നടത്തുകയായിരുന്നു. ജാപ്പനീസ് വിമാനങ്ങൾ ആവർത്തിച്ച് ശല്യപ്പെടുത്തുകയും ഞങ്ങളുടെ ഡ്രിൽ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ സംഘർഷം ഉണ്ടായത് എന്നാണ് ചൈനയുടെ വാദം. ചുരുക്കത്തിൽ തെറ്റ് ഞങ്ങളുടേതല്ല, നിങ്ങൾ അതിർത്തിയിൽ വന്ന് കുഴപ്പമുണ്ടാക്കി എന്നാണ് ചൈന പറയുന്നത്. ഇവിടെയാണ് നമ്മൾ സംഭവത്തിന്റെ കാര്യഗൗരവം നോക്കേണ്ടത്. ഈ ടെൻഷന് പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയം തന്നെയുണ്ട്. തായ്വാൻ എന്ന ഫ്ലാഷ് പോയിന്റ് തന്നെയാണ് ഇതിൽ പ്രധാനം. ഈ സംഭവത്തിന് തൊട്ടു മുൻപ് ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകൈച്ചി ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. ചൈന തായ്വാനെ ആക്രമിച്ചാൽ അത് ജപ്പാന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നും ജപ്പാൻ സൈനികമായി ഇടപെടാൻ സാധ്യതയുണ്ടെന്നും അവർ പറഞ്ഞു. ഈ വാർണിംഗിനുള്ള ചൈനയുടെ സൈനിക മറുപടിയായി ഈ നീക്കത്തെ കാണുന്നവരുണ്ട്.
ഇനി അമേരിക്കൻ ചങ്ങാത്തം, അതായത് ജപ്പാൻ അമേരിക്കയുടെ ക്ലോസസ്റ്റ് അലൈ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ US മിലിറ്ററി ബേസുകളിൽ ഒന്ന് ജപ്പാനിലാണുള്ളത്. അതുകൊണ്ട് ചൈന ജപ്പാനെ പ്രകോപിപ്പിക്കുമ്പോൾ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് അമേരിക്കയെ കൂടിയാണ് വെല്ലുവിളിക്കുന്നത്. ഒരു റിസ്ക് ഫാക്ടർ കൂടിയുണ്ട് ഇവിടെ. ഈ പ്രദേശത്ത് ആക്സിഡന്റൽ കോൺഫ്ലിക്റ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇരു രാജ്യങ്ങളുടെയും സൈനികർ അഗ്രസീവായി പെരുമാറുമ്പോൾ ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും വലിയൊരു മിലിറ്ററി എസ്കലേഷനിലേക്ക് നയിച്ചേക്കാം. ഈ റഡാർ ലോക്ക് ഇൻസിഡന്റ് കേവലം ഇന്നത്തെ ഒരു തർക്കം മാത്രമല്ല. ഇതിന് പിന്നിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശത്രുതയുടെ കനലുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മുറിവുകൾ, അതായത് 1930കളിലും 1940കളിലും ചൈനയിൽ ജപ്പാൻ നടത്തിയ ക്രൂരമായ അധിനിവേശത്തിന്റെ മുറിവുകൾ ഇന്നും ചൈനീസ് ജനതയുടെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. ജപ്പാനിലെ രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോഴും യുദ്ധ കുറ്റവാളികൾ അടക്കം അന്ത്യവിശ്രമം കൊള്ളുന്ന യാസുകുനി പുണ്യസ്ഥലം സന്ദർശിക്കുന്നതിനെ ചൈന ശക്തമായി വിമർശിക്കാറുണ്ട്. പിന്നെ സെൻകാക്കു ദിയായു ദ്വീപുകൾ, ഇരു രാജ്യങ്ങളും അവകാശം ഉന്നയിക്കുന്ന സെൻകാക്കു ദ്വീപുകൾ ഇപ്പോഴും വലിയൊരു കോൺഫ്ലിക്റ്റ് സോണാണ്. ഈ ദ്വീപുകൾക്ക് ചുറ്റുമുള്ള ചൈനയുടെ തുടർച്ചയായ സൈനിക സാന്നിധ്യം ജപ്പാന്റെ പാട്രോളിംഗ് ദൗത്യങ്ങളെയും അതിലൂടെ ഇത്തരം അപകടകരമായ എൻകൗണ്ടറുകളെയും പതിവാക്കി മാറ്റുന്നു. ചുരുക്കത്തിൽ തായ്വാൻ വിഷയത്തിലെ ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ ഈ ചരിത്രപരമായ ശത്രുതയുമായി കൂടിച്ചേരുമ്പോൾ കിഴക്കൻ ചൈന കടൽ തീപ്പൊരി വീഴാൻ കാത്തിരിക്കുന്ന ഒരു വെടിമരുന്നറയായി മാറുകയാണ്. സൈനിക തലത്തിൽ ഈ ഈഗോ കോൺഫ്ലിക്റ്റ് അവസാനിപ്പിച്ചില്ല എങ്കിൽ ഒരു ചെറിയ തീപ്പൊരി പോലും ഈ മേഖലയെ തകർക്കും. ലോകമെമ്പാടുമുള്ള സെക്യൂരിറ്റി അനലിസ്റ്റ് ഈ നീക്കത്തെ വളരെ ഗൗരവമായിട്ടാണ് പരിശോധിക്കുന്നത്. ഈ ജിയോ പൊളിറ്റിക്കൽ കളിയിലെ അടുത്ത മൂവ് എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നത്തെ UAE GCC സുപ്രധാന വാർത്തകൾ പരിശോധിക്കാം. UAEയുടെ സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവേകുന്ന വാർത്തയാണ് ആദ്യം. 2025-ൽ UAEയുടെ സമ്പദ് വ്യവസ്ഥ 4.8% വളർച്ച കൈവരിക്കുമെന്ന് ലോകബാങ്ക് റിപ്പോർട്ട് പ്രവചിക്കുന്നു. GCC രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് UAEക്ക് ആയിരിക്കുമെന്നും റിപ്പോർട്ട് എടുത്തു പറയുന്നു. എണ്ണ ഇതര മേഖലകളിലെ കരുത്തുറ്റ പ്രകടനവും അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നടത്തുന്ന വൻ നിക്ഷേപങ്ങളുമാണ് ഈ വളർച്ചയ്ക്ക് കാരണം. UAEയിലെ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം കർശന നടപടി തുടരുകയാണ്. 1300-ലധികം വ്യാജ സ്ഥാപനങ്ങളെയാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. പ്രധാനമായും സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതിൽ കൃത്രിമം കാണിച്ചതും വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ തെറ്റിച്ചതുമായ സ്ഥാപനങ്ങളാണ് പിടിയിലായത്. പ്രവാസികളായ തൊഴിലാളികളെ കബളിപ്പിക്കുകയോ വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലിക്ക് വെക്കുകയോ ചെയ്യുന്ന കമ്പനികൾക്ക് കനത്ത പിഴ ചുമത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഡിസംബർ 7 ഞായറാഴ്ച മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തലസ്ഥാനമായ റിയാദ് ഉൾപ്പെടെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളിലെ പല പ്രദേശങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. പൊതുജനങ്ങളും ഡ്രൈവർമാരും ജാഗ്രത പാലിക്കണമെന്നും വാദികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി. യാത്രക്കാർക്ക് അതിവേഗ യാത്ര ഉറപ്പാക്കിക്കൊണ്ട് UAEക്കും ബഹ്റിനുമിടയിൽ വൺ സ്റ്റോപ്പ് ഇമിഗ്രേഷൻ സംവിധാനം നിലവിൽ വന്നു. ഈ സംവിധാനം വഴി യാത്ര പുറപ്പെടുന്ന രാജ്യത്ത് വെച്ച് തന്നെ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള എൻട്രി എക്സിറ്റ് ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർക്കാണ് ഈ സൗകര്യം ലഭിക്കുക. താമസിയാതെ വിദേശ റെസിഡൻസി വിസയുള്ളവർക്കും ഈ സൗകര്യം വ്യാപിപ്പിക്കും. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഗണ്യമായ ഇടിവുണ്ടായതോടെ നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് ഇത് വലിയ നേട്ടമായിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ദിർഹം റിയാൽ നിരക്ക് ഉയർന്ന തലത്തിലാണ്. ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ മൂല്യം കുറഞ്ഞതിനെ തുടർന്ന് UAE ദിർഹത്തിനും സൗദി ഖത്തർ റിയാലിനും റെക്കോർഡ് ഉയർന്ന വിനിമയ നിരക്കാണ് പല എക്സ്ചേഞ്ചുകളിലും രേഖപ്പെടുത്തിയത്. അവധിക്ക് നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾക്കും ക്രിസ്മസ് പുതുവത്സര ആവശ്യങ്ങൾക്കായി പണം അയക്കുന്നവർക്കും ഇത് വലിയ സാമ്പത്തിക ആശ്വാസം നൽകും. ഇന്നത്തെ GCC വാർത്തകളിൽ UAEയുടെ സാമ്പത്തിക കുതിച്ചുചാട്ടം തന്നെയാണ് പ്രധാന ഹൈലൈറ്റ്. ഉയർന്ന വളർച്ചാ നിരക്ക് രാജ്യത്തെ നിക്ഷേപകർക്കും തൊഴിലാളികൾക്കും ശുഭസൂചന നൽകുന്നു. അതേസമയം വ്യാജ സ്ഥാപനങ്ങളെ കണ്ടെത്തിയ നടപടി തൊഴിൽ നിയമങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നു. UAE ബഹ്റിൻ വൺ സ്റ്റോപ്പ് ഇമിഗ്രേഷൻ ഗൾഫ് യാത്രകൾ കൂടുതൽ വേഗത്തിലാക്കുമ്പോൾ രൂപയുടെ മൂല്യമിടിവ് പ്രവാസികളുടെ സാമ്പത്തിക നേട്ടം വർദ്ധിപ്പിച്ചു. നിങ്ങൾ യാത്രകളെയും പ്രത്യേകിച്ച് മാജിക്കിന് സമാനമായ കാഴ്ചകളെയും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇനിയുള്ള വിശേഷം നിങ്ങൾക്കുള്ളതാണ്. ഭൂമിയിലെ ഒരു മാജിക് കിങ്ഡം, ഫ്രാൻസിലെ ചരിത്ര നഗരമായ ലിയോൺ നഗരത്തിന്റെ വിശേഷങ്ങളാണ് ഇനി ലോകയിൽ. ഇപ്പോൾ ഈ നഗരത്തിൽ അവരുടെ ഏറ്റവും പ്രസിദ്ധമായ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ഫുൾ സ്വിംഗിൽ നടക്കുകയാണ്. ഈ വർഷത്തെ അൾട്ടിമേറ്റ് വൈബാണ് ഇപ്പോൾ ലിയോണിൽ.
ലക്ഷക്കണക്കിന് മിന്നുന്ന ദീപങ്ങളും കെട്ടിടങ്ങളെല്ലാം ആർട്ട് ഗാലറീസായി മാറുന്ന അതിമനോഹരമായ ദൃശ്യവിരുന്ന്. ഇരുട്ടിനെ പ്രകാശം കൊണ്ട് തോൽപ്പിക്കാൻ ഒരു നഗരം നടത്തുന്ന ഈ ഗ്രാൻഡ് സെലിബ്രേഷൻ എത്രത്തോളം മനോഹരമാണെന്ന് നമുക്കൊന്ന് കാണാം. നമുക്കറിയാം, യൂറോപ്പിൽ ക്രിസ്മസ് വൈബ് തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ മുന്നോടിയായി ലിയോണിൽ എല്ലാ വർഷവും ഡിസംബർ 8-നാണ് ഈ പ്രകാശോത്സവം ആരംഭിക്കുന്നത്. ഇത് വെറും ഒരു ലൈറ്റിംഗ് ഇവന്റ് അല്ല, മറിച്ച് ആളുകളുടെ വിശ്വാസത്തിന്റെയും നന്ദിയുടെയും കഥയാണിത്. ഇതിനൊരു വലിയ ചരിത്രമുണ്ട്. ചരിത്രപരമായ പശ്ചാത്തലം ഇങ്ങനെയാണ്. 1643 ലിയോൺ നഗരത്തെ പ്ലേഗ് ബാധയിൽ നിന്ന് രക്ഷിച്ചതിന് നന്ദി സൂചകമായിട്ടാണ് ഈ ഉത്സവം ആരംഭിച്ചത്. പിന്നീട് 1852 നഗരത്തിലെ കുന്നിൻ മുകളിലെ മഡോണ സ്റ്റാച്യു സ്ഥാപിക്കുന്ന ചടങ്ങ് മോശം കാലാവസ്ഥ കാരണം മാറ്റിവെക്കേണ്ടി വന്നു. അന്ന് വൈകുന്നേരം നഗരവാസികൾ തങ്ങളുടെ ജനലുകളിലും ബാൽക്കണിയിലുമൊക്കെ ചെറിയ മെഴുകുതിരികൾ വെച്ച് പ്രാർത്ഥിച്ചു. ആ പാരമ്പര്യമാണ് ഇന്ന് ലോകം കാണുന്ന ഈ മെഗാ ലൈറ്റ് ഫെസ്റ്റിവലായി വളർന്നത്. ഇപ്പോൾ ലിയോൺ നഗരത്തിലെ എല്ലാ പ്രധാന ലാൻഡ്മാർക്കുകളും മൾട്ടി കളേർഡ് ഡിസ്പ്ലേസിൽ തിളങ്ങുകയാണ്. പുഴയോരങ്ങളും പാലങ്ങളും പള്ളികളും 3D ലൈറ്റ് പ്രൊജക്ഷനുകൾ ഉപയോഗിച്ച് മികച്ച ആർട്ട് വർക്ക്സായി മാറിയിട്ടുണ്ട്. ഇനി ഇത്തവണ ഈ ഫെസ്റ്റിവൽ കാഴ്ചയുടെ ഒരു ന്യൂ ഡയമെൻഷനിലാണ് എത്തി നിൽക്കുന്നത്. ലോകമെമ്പാടുമുള്ള ലൈറ്റ് ആർട്ടിസ്റ്റുകൾ അവരുടെ ബെസ്റ്റ് വർക്ക്സ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ബെല്ലക്കോർ സ്ക്വയർ, നഗരത്തിലെ ഏറ്റവും വലിയ ഈ സ്ക്വയറിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇന്ററാക്റ്റീവ് ലൈറ്റ് ഇൻസ്റ്റലേഷൻ ആണ് മെയിൻ അട്രാക്ഷൻ. കാഴ്ചക്കാർക്ക് അതിലൂടെ നടക്കാനും ലൈറ്റുകളുടെ നിറം മാറ്റാനും രൂപകൽപ്പനകൾ മാറ്റാനും സാധിക്കും. അതൊരു രസകരമായ എക്സ്പീരിയൻസ് തന്നെയാണ്. അതുപോലെ റോൺ നദിയിലെ ജലപ്രതിഫലനമാണ്. റോൺ നദിയുടെ തീരത്ത് സ്ഥാപിച്ച ലൈറ്റുകൾ നദിയിലെ വെള്ളത്തിൽ പ്രതിഫലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇല്യൂഷൻ കാണാൻ ആളുകളുടെ തിരക്കാണ്. നഗരം തന്നെ വെള്ളത്തിനടിയിലാണോ എന്ന് പോലും തോന്നിപ്പിക്കും. അതൊരു മനം കവരുന്ന കാഴ്ച തന്നെയാണ്. ഇത്തവണ ഓഗ്മെന്റഡ് റിയാലിറ്റി സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഇൻസ്റ്റലേഷൻസുമുണ്ട്. നിങ്ങളുടെ ഫോണിലൂടെ നോക്കിയാൽ മാത്രമേ ആ വിർച്വൽ ലൈറ്റ് ഷോ കാണാൻ സാധിക്കൂ. ഇത് തീർച്ചയായും വേറിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിനായി 20 ലക്ഷത്തിലധികം ആളുകൾ ലിയോണിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നഗരത്തിന് ഇത് വലിയൊരു ഇക്കണോമിക് ബൂസ്റ്റാണ് നൽകുന്നത്. ഇത്രയധികം ആളുകൾ വരുന്നതിനാൽ നഗരത്തിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സും ഒരുക്കിയിട്ടുണ്ട്. ആളുകൾ തിരക്കുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കാനും സോഷ്യൽ ഡിസ്റ്റൻസിംഗ് കൃത്യമായി പാലിക്കാനും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫെസ്റ്റിവൽ ലിയോൺ നഗരത്തിന്റെ ഹോപ്പ്, റെസിലിയൻസ് എന്നീ സന്ദേശങ്ങളാണ് ലോകത്തിന് നൽകുന്നത്. കാരണം ഇരുട്ടിനെ അകറ്റാൻ ഒരുമിച്ച് മെഴുകുതിരി കത്തിച്ചതിന്റെ ഓർമ്മയാണിത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ലോകം എപ്പോഴും മുന്നോട്ട് പോകുന്നത് പ്രകാശത്തിലേക്കാണ്. ഒരു യൂറോപ്പ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസംബർ 1st വീക്കിലെ ലിയോൺ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് നിങ്ങളുടെ ലിസ്റ്റിൽ തീർച്ചയായും ഉൾപ്പെടുത്തണം. ഇത് കാണേണ്ട ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്.